വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമ്മിലെ റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പേപ്പറിലെ ജനേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ് എന്ന ചാപ്റ്ററാണ്. വ്യത്യസ്ത തരത്തിലുള്ള അക്കാദമിക് റൈറ്റിംഗ്സ് ആണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എസ്സെയ്സ്, റിസർച്ച് പേപ്പേഴ്സ്, ബുക്ക് റിവ്യൂസ്, ടെക്സ്റ്റൈൽ അനാലിസിസ്, ലിറ്ററേച്ചർ റിവ്യൂസ്, പ്രൊജക്റ്റ് റിപ്പോർട്ട്സ്, പ്രപ്പോസൽസ്, ഡെസേർട്ടേഷനുകൾ, തീസിസ് മുതലായവയാണ് വ്യത്യസ്ത തരത്തിലുള്ള അക്കാദമിക് റൈറ്റിംഗ്സിൽ ഉൾക്കൊള്ളുന്നത്. ഇനി എസ്സെ എന്താണെന്ന് നോക്കാം. എസ്സെയ്സ് വിദ്യാർത്ഥികളുടെ പുരോഗതി അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടോ ഒരു ആശയത്തെപ്പറ്റി വാദിക്കാനോ ഒരു വിഷയത്തിൽ അനുയോജ്യമായ തെളിവുകളോടുകൂടി അഭിപ്രായം പറയാനോ എസ്സെകൾ ആവശ്യപ്പെടും. എസ്സെ എഴുതുമ്പോൾ അതിൻ്റെ ചോദ്യത്തിലെ ഇൻസ്ട്രക്ഷണൽ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനലൈസ്, അസസ്, കമ്പയർ, കോൺട്രാസ്റ്റ്, ക്രിട്ടിക്കലി അനലൈസ്, ഡിഫൈൻ, ഡിസ്ക്രൈബ്, ഡിസ്കസ്, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ, എലാബറേറ്റ്, ഇവാലുവേറ്റ്, എക്സാമിൻ, എക്സ്പ്ലെയിൻ, ഇല്ലുസ്ട്രേറ്റ്, ജസ്റ്റിഫൈ, ഔട്ട്ലൈൻ, സ്റ്റേറ്റ്, സമ്മറൈസ് തുടങ്ങിയവയാണ് ഇൻസ്ട്രക്ഷണൽ വേർഡ്സ്. ഈ വേർഡ്സാണ് എസ്സെയുടെ സ്വഭാവം കാണിക്കുന്നത്. അക്കാദമിക് എസ്സെകൾ മിക്കവാറും ഒരു ലീനിയർ സ്ട്രക്ചറിലാണ് എഴുതുന്നത്. അതിനർത്ഥം ഒരു ഓർഡറിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് പോകുന്നു എന്നാണ്. ഇമ്പോർട്ടൻസ് അനുസരിച്ചോ സമയക്രമത്തിലോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. സാധാരണയായി എസ്സെയ്ക്ക് 5 പാരഗ്രാഫുകളാണ് ഉണ്ടാകുക. ഇൻട്രഡക്ഷൻ, 3 ബോഡി പാരഗ്രാഫുകൾ, പിന്നെ കൺക്ലൂഷൻ. ഇങ്ങനെ 5 പാരഗ്രാഫുകളാണ് സാധാരണയായിട്ട് ഒരു എസ്സെയ്ക്ക് ഉണ്ടാവുക. നെക്സ്റ്റ് റിസർച്ച് പേപ്പർ, അതുപോലെ ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. ഒരു റിസർച്ച് പേപ്പർ എസ്സെയേക്കാളും ലോങ്ങറാണ്. റിസർച്ച് പേപ്പറിൽ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി കാര്യങ്ങൾ പറയുന്നു. ഒരു റിസർച്ച് പേപ്പറിന് പല വിഭാഗങ്ങളുണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ, കൺക്ലൂഷൻ എന്നിവയാണവ. ചില പ്രത്യേക രീതികൾ ഉപയോഗിച്ചാണ് റിസർച്ച് പേപ്പറുകൾ എഴുതുന്നത്. അതിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ കൊടുക്കണം. അതുപോലെ നമ്മുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്നും പറയണം. റിസർച്ച് സ്കോളേഴ്സ് പലപ്പോഴും പ്രത്യേക ജേണലുകളിൽ പ്രസിദ്ധീകരിക്കാനാണ് അവരുടെ പേപ്പേഴ്സ് തയ്യാറാക്കുന്നത്. ജേണലുകൾക്ക് അവയുടേതായ പ്രത്യേക രീതികളുണ്ട്. അതിനനുസരിച്ചാവണം റിസർച്ച് സ്കോളേഴ്സ് പേപ്പറുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമാനിറ്റീസിൽ ഏറ്റവും പ്രചാരത്തിലുള്ള രീതി MLA ആണ്. MLA മീൻസ് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. അതുപോലെ സോഷ്യൽ സയൻസിലെ ഗവേഷകർ APA സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. APA മീൻസ് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ. ഇതുകൂടാതെ ഷിക്കാഗോ മാനുവൽ ഓഫ് സ്റ്റൈലും ഉണ്ട്. ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, ഹാർഡ്വാർഡ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈലുകളുണ്ട്. നെക്സ്റ്റ് പ്രപ്പോസൽസ് എന്താണെന്ന് നോക്കാം. ഒരു പ്രപ്പോസൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്, പേർപ്പസ്, മെത്തഡോളജി, ഡീറ്റെയിൽഡ് പ്ലാൻ എന്നിവ അടങ്ങുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബുക്ക് എഴുതാൻ പ്ലാൻ ഇടുകയാണെങ്കിൽ പബ്ലിഷർ ഒരു പ്ലാൻ നൽകുവാൻ ആവശ്യപ്പെടും. അതുപോലെ നിങ്ങളുടെ പ്രൊജക്റ്റിന് UGC, ISSIR, ICSSP തുടങ്ങിയ ഏജൻസികളിൽ നിന്നും ഫണ്ട് ലഭിക്കണമെങ്കിൽ വിശദമായ ഒരു പ്രപ്പോസലിൽ കൂടി നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആ ഏജൻസികളെ ബോധ്യപ്പെടുത്തണം. PhD മുതലായ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ റിസർച്ച് പ്രപ്പോസൽസ് കൊടുത്തിരിക്കണം. പ്രപ്പോസൽ റൈറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം ഫ്യൂച്ചർ പ്ലാനുകൾ ആസൂത്രണം ചെയ്യാൻ നിങ്ങളെ തയ്യാറെടുപ്പിക്കലാണ്. മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. എഴുത്തിൽ കൂടി നിങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. പ്രപ്പോസലുകൾക്ക് താഴെ പറയുന്ന ഘടകങ്ങൾ ഉണ്ടായിരിക്കണം: കവർ ലെറ്റർ, ടൈറ്റിൽ പേജ്, ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, മെത്തഡോളജി, ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഡീറ്റെയിൽസ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിക്വയർഡ്, പ്രിലിമിനറി ബിബ്ലിയോഗ്രഫി. നെക്സ്റ്റ് കേസ് സ്റ്റഡി എന്താണെന്ന് നോക്കാം. സോഷ്യൽ സയൻസുകളിലും മെഡിസിൻ പോലുള്ള സയൻസ് സബ്ജക്റ്റുകളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് കേസ് സ്റ്റഡി. പ്രോബ്ലം സോൾവിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് റൈറ്റിംഗ് എന്നിവയാണ് ഇതിന് വേണ്ട സ്കിൽസ്. റിയൽ ആയതോ ഇമാജിനറി ആയതോ ആയ സാമ്പിൾ കേസുകൾ അനലൈസ് ചെയ്യുകയാണ് കേസ് സ്റ്റഡിയിൽ ചെയ്യുന്നത്. പലപ്പോഴും കേസ് സ്റ്റഡി അസൈൻമെൻറ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കേസ് സ്റ്റഡി എഴുതുന്നതിൽ അടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്ക്രൈബിംഗ് ദ സിറ്റുവേഷൻ, ദാറ്റ് മീൻസ് സിറ്റുവേഷൻ വിവരിക്കുക, ഏത് പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക, ആ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന തിയറികളും അപ്രോച്ചുകളുടെയും അടിസ്ഥാനത്തിൽ ആ കേസ് അനലൈസ് ചെയ്യുക,
ഏറ്റവും നല്ല പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുക, പ്രശ്നങ്ങളിൽ കൂടി പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു കേസ് സ്റ്റഡി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കേസ് സ്റ്റഡിയുടെ ഫോർമാറ്റാണ് ഇനി പറയുന്നത്. ഇൻട്രഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, ബാക്ക്ഗ്രൗണ്ട് ഓർ ഹിസ്റ്ററി, മെത്തഡോളജി, റിവ്യൂ ഓഫ് ലാംഗ്വേജ്, റിസൾട്ട്സ്, ഡിസ്കഷൻസ്, റെക്കമെൻഡേഷൻസ്, കൺക്ലൂഷൻ. ഇത്രയുമാണ് കേസ് സ്റ്റഡിയുടെ ഫോർമാറ്റ്. നെക്സ്റ്റ് നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം. റിസർച്ച് പേപ്പറിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ലിറ്ററേച്ചർ റിവ്യൂ. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ നേരത്തെ നടന്നിട്ടുള്ള പഠനങ്ങളുടെ ഒരു ചുരുക്കമായിരിക്കും ലിറ്ററേച്ചർ റിവ്യൂവിങ്. നിങ്ങൾ റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന സെയിം ടോപ്പിക്കിൽ മറ്റു പലരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടാകും. മറ്റു സ്കോളേഴ്സ് നിങ്ങൾ ഗവേഷണം ചെയ്യുന്ന വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്നറിയാൻ ഇതിനു മുമ്പ് ഇതേക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ വായിക്കേണ്ടി വരും. അതിനു പുറമെ നിങ്ങളുടെ സ്വന്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ നിലനിർത്താനുമാണ് നേരത്തെയുള്ള പഠനങ്ങൾ വായിക്കുന്നത്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: ഒരു ബ്രോഡ് ഏരിയ കവർ ചെയ്യണം, ഏറ്റവും പുതിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ടോപ്പിക്കിനെ കുറിച്ചുള്ള മറ്റു ബുക്സിനെ പറ്റി അറിവുണ്ടായിരിക്കണം, പ്രധാനപ്പെട്ട ഒന്നും തന്നെ ഒഴിവാക്കാൻ പാടില്ല, നേരത്തെയുള്ള റൈറ്റിങ്സിനെ ക്രിട്ടിക്കലായി പരിശോധിക്കണം, റിവ്യൂ ചെയ്ത വർക്കുകൾ ഏതൊക്കെയാണെന്ന് റെഫറൻസിൽ കാണിക്കുകയും വേണം. ഇത്രയുമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ്, ഡിസർട്ടേഷൻ ഓർ തീസീസ് എന്താണെന്ന് നോക്കാം. ഗവേഷകർ എഴുതി ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഡിസർട്ടേഷൻ. ഡിസർട്ടേഷൻ ഓർ തീസീസ് എന്നീ വാക്കുകൾ പല രാജ്യങ്ങളിലും ഡിഫറെൻ്റ് മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ചില അക്കാദമിക് പ്രോഗ്രാമുകളുടെ അവസാനം നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഫൈനൽ പ്രൊജക്റ്റുകളാണിവ. അമേരിക്കൻ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ഫൈനൽ പ്രൊജക്റ്റാണ് തീസീസ്. ഡോക്ടറൽ ഡിഗ്രിക്കാണ് ഡിസർട്ടേഷൻ. പക്ഷേ ഇംഗ്ലണ്ടിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ അവസാനം ഡിസർട്ടേഷനും ഡോക്ടറൽ ഡിഗ്രിക്ക് തീസീസും കൊടുക്കണം. ഒരു ഡോക്ടറൽ തീസീസ് ഓർ ഡിസർട്ടേഷൻ മാസ്റ്റേഴ്സ് പ്രൊജക്റ്റിനേക്കാളും വലുതായിരിക്കും. സയൻസിലും അതുപോലെ സോഷ്യൽ സയൻസിലുമുള്ള തീസീസ് ഓർ ഡിസർട്ടേഷന് ഇനി പറയുന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അവ ടൈറ്റിൽ പേജ്, അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, മെത്തഡോളജി, റിസൾട്ട്സ്, ഡിസ്കഷൻസ് ഓർ ഫൈൻഡിങ്സ്, റഫറൻസസ് ഓർ ബിബ്ലിയോഗ്രഫി. വ്യത്യസ്ത രാജ്യങ്ങളിലും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലും ഈ ഫോമാറ്റിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാം. നെക്സ്റ്റ്, അപ്രോച്ചസ് ടു അക്കാദമിക് റൈറ്റിംഗ് എന്ന ടോപ്പിക്ക് നോക്കാം. അക്കാദമിക് റൈറ്റിങ്ങിന് പ്രധാനമായിട്ടും 6 അപ്രോച്ചുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, എക്സ്പോസിറ്ററി അപ്രോച്ച്. ഒരു സബ്ജക്റ്റ് വിവരിക്കുക, ഡിഫൈൻ ചെയ്യുക, ഇൻഫോം ചെയ്യുക, വിശദമാക്കുക എന്നിവയാണ് ഈ അപ്രോച്ചിൻ്റെ പ്രത്യേകത. ഇതിൽ വസ്തുതകളെയും കണക്കുകളെയും ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ ലോജിക്കൽ ഓർഡറിങ്ങും ഉണ്ടാകും. ഈ അപ്രോച്ച് സാധാരണയായി ടെക്സ്റ്റ് ബുക്കുകളിലും ബിസിനസ്, ടെക്നിക്കൽ, സയൻറ്റിഫിക് റൈറ്റിങ്ങിലും കാണുന്നു. സെക്കൻഡ് അപ്രോച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്. വിഷ്വലൈസിംഗ് സാധ്യമാക്കുന്ന വാക്കുകളും വിവരണങ്ങളുമാണ് ഇതിലുണ്ടാകുക. ഫിഗറേറ്റീവ് ഓർ പോയറ്റിക് യൂസ് ഓഫ് ലാംഗ്വേജ് ആണ് ഇതിലുണ്ടാകുക. തേർഡ് അപ്രോച്ചാണ് പെർസസീവ് അപ്രോച്ച്. റൈറ്ററുടെ വ്യൂ പോയിൻ്റ് വായനക്കാരെ മനസ്സിലാക്കാനും സ്വാധീനിക്കാനും ഈ അപ്രോച്ച് സഹായിക്കുന്നു. വസ്തുതകളും തർക്കങ്ങളും കണ്ടെത്തലുകളും ലോജിക്കായി ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നു. തൻ്റെ കാഴ്ചപ്പാട് ഉറപ്പിക്കാൻ സഹായകമാവുന്ന ധാരാളം തെളിവുകൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. ഫോർത്ത് അപ്രോച്ചാണ് അനലിറ്റിക്കൽ അപ്രോച്ച്. വസ്തുതകളെ പല കാറ്റഗറീസായും ഗ്രൂപ്പായും പാർട്സായും അതിൻ്റെ ടൈപ്സും റിലേഷൻഷിപ്പും കാണിക്കുന്നു. അതുപോലെ സംഭവിക്കാവുന്ന സിറ്റുവേഷനുകളും അതിനുള്ള പ്രതിവിധികളും മുന്നോട്ട് വെക്കുന്നു. ഇതിൽ കമ്പാരിസണും ഡിഫറൻസുകളും ചൂണ്ടിക്കാണിക്കുന്നു. ഫിഫ്ത്ത് അപ്രോച്ചാണ് ക്രിട്ടിക്കൽ ഓർ ഇവാലുവേറ്റീവ് അപ്രോച്ച്. ഗുണങ്ങളും ദോഷങ്ങളും എടുത്തു കാണിച്ചുകൊണ്ട് മറ്റു സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നു. പെർസസീവ് റൈറ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഇതിലുണ്ടാവും. ഡിഫറെൻ്റ് വ്യൂസ് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ റൈറ്ററുടെ വ്യൂസും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. സിക്സ്ത് അപ്രോച്ചാണ് നരേറ്റീവ് ഓർ റിഫ്ലക്റ്റീവ് അപ്രോച്ച്. ഒരു സ്റ്റോറിയോ പേഴ്സണൽ എക്സ്പീരിയൻസോ ഐഡിയാസോ ഒക്കെ നരേഷനിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നു. അതുപോലെ റൈറ്ററുടെ ലൈഫ് എക്സ്പീരിയൻസ് പറയുന്നു. ഫസ്റ്റ് പേഴ്സൺ നരേഷനാവും ഇതിലുണ്ടാവുക. റൈറ്ററുടെ പേഴ്സണൽ വ്യൂ പോയിൻറ്റിലാകും ഇത് അവസാനിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് റെറ്ററിക്കൽ മോഡ്സ് ഓഫ് റൈറ്റിംഗ്. റെറ്ററിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, കോമ്പോസിഷണൽ ടെക്നിക് എന്നൊക്കെയാണ്. ഒരു എസ്സേ എഴുതുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ വിവിധ തരം റെറ്ററിക് മോഡ്സ് നാം ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റെറ്ററിക് മോഡുകളാണ്: ഒന്നാമതായിട്ട് നരേഷൻ. ഇറ്റ് മീൻസ് റീകൗണ്ടിങ് ദ ഫാക്ട്സ്. വസ്തുതകൾ പറയുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഒന്നാണ് ഡിസ്ക്രിപ്ഷൻ.
ആളുകളെയും വസ്തുക്കളെയും സ്ഥലങ്ങളെയും വിവരിക്കുന്നതാണിത്. തേർഡ് വണ്ണാണ് ഇലുസ്ട്രേഷൻ ആൻഡ് എക്സംപ്ലിഫിക്കേഷൻ. എക്സാമ്പിൾസിൻ്റെ സഹായത്തോടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണിത്. ഫോർത്ത് വണ്ണാണ് ഡിവിഷൻ ഓർ ക്ലാസിഫിക്കേഷൻ. കാറ്റഗറീസും പാർട്സും വിശദീകരിക്കുന്നതാണിത്. ഫിഫ്ത്ത് വണ്ണാണ് പ്രോസസ് അനാലിസിസ്. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും നടത്തേണ്ടതെന്നും ഇതിലൂടെ വിശദീകരിക്കുന്നു. സിക്സ്ത് വണ്ണാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. സാമ്യതകളും വ്യത്യസ്തതകളും കാണിക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെവൻത്ത് വണ്ണാണ് ഡെഫിനിഷൻ. നിർവചനം നൽകുക, മീനിങ് വിവരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയ്ത്ത് വണ്ണാണ് ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർസേഷൻ. അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അവയെ ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയെല്ലാമാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന റെറ്ററിക്കൽ മോഡ്സ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റായ ജനേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ് എന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.